കേരളത്തിലെ 14 ജില്ലയിലുമായിട്ട് എത്ര ലക്ഷം പേരുണ്ട് എന്ന് നിങ്ങൾക്കറിയാം? 16 ലക്ഷത്തിന് മുകളിൽ ആളുള്ള ഒരു വിഭാഗമാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോ ഉദാഹരണമായിട്ട് അരുൺകുമാറിനോട് സുജയ പാർവതി ചോദിക്കുകയാണ്, അരുൺകുമാർ, ഈ മണ്ഡലം പയ്യന്നൂർ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എന്ത് പറയും? നായരിത്ര, ഈഴവ എന്ന് പറയുന്നത് ഈഴവ ഇത്ര, മറ്റ് മുസ്ലിം ഇത്ര, ക്രിസ്ത്യാനി ഇത്ര, എവിടെയെങ്കിലും വിളക്കിത്തൽ നായരുടെ പേര് പറയാറുണ്ട്? എന്റെ വിളക്കിത്തൽ നായരില്ലേ ഈ മണ്ഡലത്തിൽ? ആറളത്ത് മാത്രം 400 വീട്, 400 വെച്ച് കൂട്ടിയാലും എത്ര ആയിരം പേര് വരുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ വോട്ടുകളെല്ലാം ആരുടെ അക്കൗണ്ടിലേക്കാണ് ഇടുന്നത്? നമുക്കെന്താകണം? ബഹുമാനപ്പെട്ട വിജയരാഘവൻ സഖാവ് എന്നോട് ചോദിച്ചതാണ്, നിങ്ങളെല്ലാം നാരല്ലടോ, അനക്ക് എന്തിനാണോ MP മന്ത്രി എന്ന് ചോദിച്ചതാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്, സാർ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, ഓ അങ്ങനെയാണല്ലേ എന്ന് പറയുന്നത്. നമ്മളൊരു ശക്തമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ 2019 നമ്മളൊരു പരിപാടി നടത്തുമ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് അവിടെ ബാങ്ക് അനുവദിക്കുന്നത്. OEC എന്ന് പറയുന്ന ചരിത്രപരമായ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പോരാടി. ഇന്ന് ഇവിടെയുള്ള എത്രയോ കുട്ടികൾ LLBക്ക് പഠിക്കുന്നുണ്ട്, ഡോക്ടറിന് പഠിക്കുന്നുണ്ട്, ഇതെവിടുന്ന് ആരാ ഉണ്ടാക്കി, എങ്ങനെയാ ഉണ്ടാക്കി? നിങ്ങളെല്ലാം ആരെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എവിടുന്ന് എങ്ങനെ ഉണ്ടാക്കിയിരുന്നു? അപ്പോ ഇതെല്ലാം നമുക്ക് കിട്ടിയത് നമ്മുടെ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അതല്ലാതെ ഞങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനനായ ഭാസ്കരൻ സാറിനോട് ഞാൻ കോൺവെർസേഷൻ നടത്താറുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വെബ്സൈറ്റുകളിൽ നിന്നും സർക്കാർ രേഖകളിൽ നിന്നും കഴിഞ്ഞ ആഴ്ച എന്നെ ജഡ്ജി വിസ്തരിക്കുകയും നിന്നെ പിടിച്ച് അകത്താക്കുമെന്ന് പറയുകയും ഇവിടുന്ന് കണ്ണൂരിൽ നിന്നൊക്കെ ഉള്ള പപ്പടം ഉണ്ടാക്കുന്ന വിഭാഗമൊക്കെ വന്നിരുന്നു. ഒത്തിരി വിഭാഗങ്ങളുടെ ഇതിൽ വെച്ചാണ് ഞാൻ അതിന്റെ റെക്കോർഡെല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത്. അകത്താക്കുമെന്നും പറയുമ്പോഴും ഞാൻ പറഞ്ഞു, സാർ എന്നെ വിളിച്ചു വരുത്തിയത് കമ്മീഷന് തെളിവ് തരാനാണ്. തെളിവ് അങ്ങ് വാങ്ങിയതിന് ശേഷം അകത്താക്കാൻ പറയുകയും പിന്നെ അയാൾ ഇങ്ങനെ നോക്കുകയും ഈ തെളിവുകളെല്ലാം വാങ്ങുകയും പിന്നീട് സർക്കാർ രേഖകളിൽ നിന്നും നമ്മളെ മാറ്റാൻ ഉണ്ട് എങ്കിൽ മാറ്റാൻ നമ്മൾ തീരുമാനമെടുക്കും. എന്താണ് അങ്ങനെ ചെയ്യിപ്പിച്ചത്? കാരണം നമ്മൾ ചെയ്യാത്ത ഒരു തൊഴിലിനെ ഇവിടെ മുസ്ലിമിന്റെ വസ്താൻ ചെയ്യുന്നുണ്ട്. വസ്താൻ നാളെ ഈ പണിയുമായി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ വിളക്കിത്തൽ നായരാവും. നാളെ അയാൾ പറയുകയാണ് ഞാൻ ചുരകവൃത്തി ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് ഇതാണ് ചുരകനാണ്, അദ്ദേഹം നാളെ വിളക്കിത്തൽ നായെന്ന് പറയും. ഇന്ത്യയുടെ സംവരണത്തിന് തുടക്കമിട്ട കർപ്പൂരി ഠാക്കൂർ, ഭാരതരത്ന കർപ്പൂരി ഠാക്കൂർ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം സംവരണത്തിന് തുടക്കമില്ല. അദ്ദേഹം ചുരക മുഖ്യമന്ത്രിയാണ്. കരുണാനിധി ചുരക മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ അനന്തരവള കെട്ടിയിരിക്കുന്ന എന്റെ അച്ഛന്റെ സ്വന്തം ജ്യേഷ്ഠനാണ് ഭാസ്കരൻ എന്ന് പറയും. മദ്രാസ് സിറ്റിയുടെ കൗൺസിലറായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ്, കൗൺസിലറായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പല സ്ഥലത്തും ഒറീസയിലെ പ്രഫുല്ലകുമാർ മോദി ഇങ്ങനെയുണ്ട്, പലരും ഉണ്ട്. അപ്പം ഇതെല്ലാം ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു തൊഴിൽ മാത്രമാണ്, ജാതിയല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ജാതി എന്ന് പറയുന്നത് എത്രയുണ്ട്? ജാതി എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? നിങ്ങൾക്കറിയോ എത്രയാണ് ഉണ്ടെന്ന്? എന്നെക്കാൾ വിദ്യാഭ്യാസവും വിവരവും ബോധമുള്ളവരാണ് എന്റെ മുമ്പേ ഇരിക്കുന്നതെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പറയുന്നത്. എന്നെക്കാൾ സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, എല്ലാം നിങ്ങൾക്കുണ്ട്. ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഉള്ളൂ, ഇല്ലേ? ആണോ അല്ലയോ? ജാതി എത്രയുണ്ട്? 4 ഉള്ളൂ. ഏതൊക്കെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്ര. 5ാം ജാതി അധമർ. അധമർ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രഹ്മാവ് തന്റെ സൃഷ്ടിയിൽ മഹാഭാരതം ആദിപർവം 174 അധ്യായം 34 ശ്ലോകം പറയുന്നത്, വസിഷ്ഠ മഹർഷിയുടെ പശുവായ കാമധേനുവിന്റെ ചാണകത്തിൽ നിന്നും വരുന്ന കറുത്ത പുഴുക്കളാണ് നമ്മെ പോലുള്ളവർ. ബ്രഹ്മാവ് തന്റെ സൃഷ്ടിയിൽ മുഖം, ഭുജം, തുട, പാദം എന്നിവിടങ്ങളിൽ നിന്നും യഥാക്രമം ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരെ സൃഷ്ടിച്ചു.